നമുക്ക് 5 ഇയർ 60,000 എന്നുള്ള ബാറ്ററി വാറണ്ടി 5,000 റുപ്പീസിന് 8 ഇയർ 80,000 ആക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു 8 ഇയർ 80,000 എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാവും. കാരണം ഞാനിപ്പോൾ എൻ്റെ വണ്ടി കൊടുക്കുന്ന ടൈമിൽ വാറണ്ടി ഇല്ലാതെയാണ് കൊടുത്തത്. വാറണ്ടി ഇല്ലാത്ത വണ്ടി നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ടൈമിൽ കുറേ കൂടെ വർഷം വാറണ്ടി ഉണ്ട് എന്ന് അറിയുമ്പോഴും റീസെയിൽ വാല്യൂവിൽ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു മേജർ ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. സോ നമ്മൾ തുടങ്ങിയടുത്ത് തന്നെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. 2021 ഡിസംബർ 26-ന് ജനറേഷൻ 2 എയ്തർ 450X എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇലക്ട്രിക് വെഹിക്കിൾ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ 3 വർഷത്തെ ഒരു ജേണിയിൽ നമ്മൾ EV ഫീൽഡിൽ വല്ലാതെ വളർന്നു. അപ്പം നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാനുള്ളത് വൈറ്റിലയിലുള്ള പലാൽ മൊബിലിറ്റിയുടെ എയ്തർ എക്സ്പീരിയൻസ് സെൻറ്ററിലാണ്. 2025 മോഡൽ 450 സീരീസ് വന്നിട്ടുണ്ട്. അതിൽ 450X എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഈ വാഹനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവർ മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ, എന്തൊക്കെ പോരായ്മകളുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഗൈസ്, അപ്പോൾ നമ്മുടെ കൂടെ ചാക്കോച്ചനുണ്ട്. ചാക്കോച്ചൻ നമ്മുടെ പലാൽ മൊബിലിറ്റി എയ്തറിൻ്റെ ഡീലർഷിപ്പിലെ സെയിൽസ് TL ആണ് അത് അല്ലേ. അപ്പോൾ ചാക്കോച്ച, നമ്മൾ 3 വർഷമായിട്ടുള്ള പരിചയമാണ്. പിന്നെ നമ്മൾ ആദ്യം എയ്തർ എടുത്തപ്പോൾ മുതൽ തുടങ്ങിയ പരിചയമാണ്. ഇപ്പോൾ 2025 വന്ന് നിൽക്കുമ്പോഴത്തേക്കും കാണാൻ പഴയ പോലെയൊക്കെ തന്നെയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്ന കുറച്ച് മാറ്റങ്ങളായിട്ട് പയ്യെ പയ്യെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ വാഹനത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള മാറ്റങ്ങൾ? നമുക്ക് പുതിയ വാഹനത്തിൽ മെയിൻ ഡിഫറൻസ് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് കുറച്ചുകൂടെ കൂട്ടി. റേഞ്ച് കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 130 കിലോമീറ്റർ വരെ ട്രൂ റേഞ്ച് കിട്ടുന്നുണ്ട്. ട്രൂ റേഞ്ച് IDC 161 ട്രൂ റേഞ്ച് 130. അതാണ് ഒരു മെയിൻ ഡിഫറൻസ്. നമ്മൾ വണ്ടി എടുക്കുന്ന ടൈമിൽ നമുക്ക് 85 പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. നമുക്ക് 3 കൊല്ലം കഴിഞ്ഞ് നമ്മളത് കൊടുക്കുന്ന ടൈമിലും ഏറെക്കുറെ 85-നടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊരു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും 130 പറഞ്ഞാൽ 130 വളരെ മോശം ഡ്രൈവറാണെങ്കിൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ കിട്ടാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വന്നാലും 130 അല്ലെങ്കിൽ 130+ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മൾ പലരും പറയുന്ന പോലെ ഇത്ര 150, 200, 250 റേഞ്ച് വേണമെന്ന് പറയുന്നതിന് ഏതൊരു ഇങ്ങനെ പയ്യെ പടിപടിയായിട്ട് കൂട്ടി ഇപ്പോൾ 130 എത്തി നിൽക്കും. ട്രൂ റേഞ്ച് എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ നമുക്കൊരു 130+ നമുക്ക് റിയൽ ലൈഫിൽ പ്രതീക്ഷിക്കാം. അതാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച്. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, അതായത് നമ്മുടെ റിസ്റ്റയിൽ ആൻറ്റി സ്കിഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതെ, അത് നമുക്കൊരു സേഫ്റ്റി ഫീച്ചറാണ്. ഇതും അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ് എക്സിലേക്ക് വരുമ്പോഴത്തേക്ക്. എക്സിലേക്ക് വരുമ്പോഴത്തേക്ക് അതെ, എക്സിൽ നമുക്കൊരു പെർഫോമൻസ് സ്കൂട്ടറാണല്ലോ ബേസിക്കലി. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഈ പറയുന്ന പോലെ ചെളി, ചരൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടയർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, പക്ഷെ വണ്ടി നീങ്ങൂല, സ്കിഡായി പോകും. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്തെങ്കിലും ഐഡിയ ഉണ്ട്? അതായത് നമുക്ക് നോർമലി ഇതിനകത്ത് സെൻസർ ഉണ്ടാവും വീലിൽ. അതിൻ്റെ ഒരു മെഷർമെന്റ് എടുത്തിട്ട് മോട്ടറിൽ നിന്നാണ് ഇതിൻ്റെ ഒരു കൺട്രോളിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യും. അപ്പോൾ ഇത് അഡാപ്റ്റീവ് ആയതുകൊണ്ട്, അതായത് ഇതിനകത്ത് നമുക്ക് 3 ഓപ്ഷൻസ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മുടെ നോർമൽ ടെറൈൻ ആയിട്ട് വരുന്നത് റോഡാണ്. അപ്പം റോഡിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ റോഡിലായിരിക്കും. പിന്നെ നമ്മൾ ടെറൈൻ ചേഞ്ച് ചെയ്യുമ്പം നമുക്കിത് വണ്ടിയിൽ തന്നെ ചേഞ്ച് ചെയ്യാം. അതുപോലെ ഇപ്പം നമ്മൾ ഓഫ് റോഡ് പോകണക്കുള്ള ഒരു മഡ് റോഡ് ആണെങ്കിൽ നമുക്ക് റാലി എന്ന് പറഞ്ഞ റാലിലേക്ക് മാറാം. പിന്നെ ഇപ്പം മഴയാണെങ്കിൽ ഒബ്വിയസ്ലി റെയിൻ എന്നുള്ള, അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മോട്ടറിൻ്റെ ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ സേഫായി ഓടായിട്ട് പോകാൻ പറ്റും. സാധാരണ നമ്മളൊരു സ്കൂട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ മഴയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സ്കിഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് എന്തായാലും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? ഇത് നമുക്ക് വന്നിരുന്നത് നമ്മുടെ അപ്പെക്സിൽ ഉണ്ടായിരുന്ന മാജിക് ട്വിസ്റ്റ് എന്ന് പറയുന്ന ഫീച്ചർ, അത് നമുക്ക് ഇപ്പം എക്സിലേക്കും കൂടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫീച്ചറാണ് പിന്നെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ബേസിക്കലി ബ്രേക്ക് ചെയ്യണ്ട, ആക്സിലറേറ്റർ ഫ്രണ്ടിലേക്ക് തിരിച്ചാൽ തന്നെ ബ്രേക്കിംഗ് എഫക്റ്റ് കിട്ടും. അതെ, ഇപ്പൊ ഇതിൽ പറയുന്ന ഒരു ന്യൂ വേ ഓഫ് ബ്രേക്കിംഗ് എന്ന് തന്നെ. പക്ഷെ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് റീജൻ തന്നെ അല്ലേ ഫ്രണ്ടിലേക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്നത്? അതെ, റീജൻ ഉണ്ട്, ഒരു മൈനറായിട്ടുള്ള റീജനും അതിൽ നടക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ വണ്ടീനെ അങ്ങ് സ്ലോ ഡൗൺ ആക്കും. ഞാൻ മറ്റേ അപ്പെക്സിന്റെ റിവ്യൂ ചെയ്ത ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബേസിക്കലി നമ്മുടെ ബ്രേക്ക് പാഡ്സ് കുറെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് സഡൻ ബ്രേക്ക് പിടിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളിത് പിടിക്കണം. അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് വണ്ടി സ്ലോ ആക്കാനായിട്ട് നമുക്ക് ത്രോട്ടിൽ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്താൽ മതി. സിറ്റി ട്രാഫിക്കിൽ നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. സിറ്റിയിൽ നമ്മൾ നിർത്തി പോകുമ്പോൾ ഇതൊന്ന് ഫ്രണ്ടിലേക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്താൽ ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈ ലോ എന്ന് പറഞ്ഞിട്ട് 2 ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്? അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം മാജിക് ട്വിസ്റ്റ്,
മൾട്ടിമോഡ് ട്രാക്ഷൻ കൺട്രോൾ, റേഞ്ച് ഇംപ്രൂവ്മെന്റ്സ്, പവർ കാര്യങ്ങൾ ഫിഗേഴ്സിലൊക്കെ എന്തെങ്കിലും പവറൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വന്നത്. എത്ര വരുന്നത് ഇപ്പോൾ 6.4 കിലോ വാട്ട് പീക്ക് പവർ കണ്ടിന്യൂസ് നമുക്ക് ഏകദേശം ഒരു 4 അങ്ങനെ എന്തോ അല്ലേ വരുന്ന പവർ അതെ, നോമിനൽ പവർ. എടുത്താ വരുന്നത്. പിന്നെ നമുക്കിപ്പോൾ ജനറേഷൻ 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4 കുറേ ജനറേഷനുകളായി. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേരിയൻസ് ഉണ്ട്? നമുക്ക് എക്സിൽ 2 വേരിയൻസാണ് വരുന്നത്. ഓക്കെ, നമുക്ക് എക്സ് ഉണ്ട്, പിന്നെ 450S എസ് ഉണ്ട്, പിന്നെ വരുമ്പം എപെക്സ് എന്ന് പറയുന്ന അപ്പെക്സ്. അപ്പോൾ ലിമിറ്റഡ്. എസും എക്സും അപ്പെക്സ് ഇത്രേ ഉള്ളൂ. അതെ. 450 എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല ഇപ്പം. ഇല്ല, 450 വരുന്നതാണ് ഈ 3 വേരിയൻസ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പെക്സ് ലിമിറ്റഡ് എഡിഷൻ. അതിൽ വലിയ മാറ്റമൊന്നുമില്ല, അന്ന് കണ്ട സെയിം വണ്ടി തന്നെ. അതിന്റെ റിവ്യൂ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് 2 വേരിയന്റ് 450S എക്സും. ഇതിൽ തന്നെ 2 ബാറ്ററി ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്ക്. അതിൽ എക്സിൽ മാത്രമുള്ളൂ 2 ബാറ്ററി. എക്സിൽ 2 ബാറ്ററി. അപ്പോൾ ബേസ് മോഡൽ ആയിട്ടുള്ള എസിന് പറ്റും ഇതിൽ നമുക്ക് 2.9 ഒരു ബാറ്ററി മാത്രമേ വരൂ. 2.9, അതായത് നമ്മുടെ പഴയ 85. ഇപ്പൊ എത്ര പറയണ അതിന്? അതിന് 105 പറയുന്നുണ്ട്. 105 ആണ് അതിന് വരുന്നത്. 2.9 അല്ലേ? 2.9 അപ്പോൾ നമ്മുടെ അതേ ബാറ്ററി പാക്ക്, പക്ഷെ അവർ സോഫ്റ്റ്വെയർ ഒക്കെ കുറെ കൂടെ ഒപ്റ്റിമൈസ് ചെയ്ത് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കിയിട്ട് അന്ന് നമ്മൾ 85 പറഞ്ഞത് ഇപ്പോൾ ഒരു 105 എന്നുള്ള ഫിഗേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എസ്സിൽ നമുക്ക് വേറെ പിന്നെ എന്തൊക്കെയാണ് പറയുക? ടച്ച് സ്ക്രീൻ കാര്യം ഇതിൽ നമുക്ക് നമ്മുടെ ഒരു TFT ഡിസ്പ്ലേ അല്ല വരുന്നത്, അതിൽ നമുക്ക് DPU ഡിസ്പ്ലേ വരുന്നത്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള LED പോലത്തെ ഡിസ്പ്ലേ. അതെ, അല്ലാത്ത ഡിസ്പ്ലേ. പിന്നെ അതിൽ ഈ പറഞ്ഞ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിന്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കൊരു ബേസിക് സ്കൂട്ടർ ആയിട്ടാണ്. ബേസിക് ആയിട്ടുള്ള സ്കൂട്ടർ. അപ്പോൾ റിവേഴ്സ് മോഡൊക്കെ ഉണ്ടാവും നമുക്ക്. റിവേഴ്സ് മോഡ് ഉണ്ട്, അതിന് കുറച്ച് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ഓട്ടോ ഹോൾഡ്, പിന്നെ നമ്മുടെ റിവേഴ്സ് മോഡ് നമുക്കുണ്ട്. പിന്നെ ഫോൾ സേഫ് അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ. ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടാവില്ല നമുക്ക് എസ്സിൽ. പിന്നെ വേറെ എന്തൊക്കെയാണ്? 450S ട്രാക്ഷൻ കൺട്രോളും മാജിക് ട്വിസ്റ്റും കാണില്ല, ബാക്കിയായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. ഇപ്പോൾ 450S എന്ത് റേറ്റ് ഓൺ റോഡ് വരും? 450S ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 162 ഒക്കെ. 162. അപ്പോൾ അതിന് പ്രോ പാക്ക് എന്ന് പറഞ്ഞ പരിപാടി ഇപ്പോൾ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? വിത്ത് പ്രോ പാക്ക് മോഡൽസ് ആണ് ഈ 162 വരുന്നത്. ഇപ്പോൾ വരുന്നത് പ്രോ പാക്ക് ഇല്ലാത്ത മോഡൽസ് ഇല്ല. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഇതിന് വാറണ്ടി എത്രയാണ് വരാൻ? ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് വാറണ്ടി വരുന്ന 5 years 60,000 kilometers ആണ് ബാറ്ററിക്ക്. വെഹിക്കിൾ വാറണ്ടി 3 year 30,000. അപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് 8 years or 80,000 kilometers വരെ നമുക്ക് എക്സ്റ്റെൻഡ് 8 year or 80,000 ആക്കാം. 5,000 rupees അല്ലേ? അത് കൊടുത്താലും നമുക്ക് 450S തന്നെ നമുക്ക് അത്രയും നല്ലൊരു വാറണ്ടി കിട്ടും. അപ്പോൾ അതിന് ഏകദേശം 1,60,000 അല്ലേ ഓൺ റോഡ് വരാം. ഇനി എക്സിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് 2 ബാറ്ററി പാക്കുകൾ 2.9 3.7. അപ്പോൾ ഇതിൽ 2.9 എന്ന് പറയുമ്പോൾ നമ്മൾ എസ്സിൽ കണ്ടതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ടച്ച് സ്ക്രീനും കാര്യങ്ങളായിരിക്കും അല്ലേ? അതെ, അത് നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങൾ TFT ആയി ടച്ച് സ്ക്രീൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പുതിയ അഡീഷണൽ എക്സിൽ 2.9 3.7 ആയിട്ട് ആകെ ബാറ്ററി കപ്പാസിറ്റിയുടെ ഡിഫറൻസ് വരുന്നു. ഓക്കെ. പിന്നെ ചാർജിങ് ടൈം വരുമ്പോഴും ഈ പറയുന്ന ബാറ്ററി കപ്പാസിറ്റി അനുസരിച്ച് ചെറിയ വ്യത്യാസം. ചാർജിങ് ടൈം എത്രയാണ് കമ്പനി പറയുന്നത്? ഇപ്പോൾ ഫുൾ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു 2.9 ആണെങ്കിൽ ഒരു 4.5 hours തന്നെ ഫുൾ ചാർജ്. 4.5 hours. പണ്ട് 5:45 പറഞ്ഞിരുന്നത്. അതെ, പക്ഷെ നമുക്ക് അപ്പോഴും 4.5 hours ഫുൾ ചാർജ് ആവാമായിരുന്നു. ഏകദേശം അവർ 3.7 ബാറ്ററി പാക്ക്. 3.7 ആണെങ്കിൽ സെയിം 5 or 45 minutes ആണ്. 45 minutes ഹോം ചാർജിങ്ങിനായിട്ട്. നമുക്കിപ്പോൾ വരുന്നത് 16 ആംപിയർ പ്ലഗ് ആണ്, 5 ആംപിയർ പ്ലഗ്. നോർമൽ 5 amps മതി. 700 wattന്റെ ചാർജ് ആണ്. ഓക്കെ, 5 amps നമുക്ക് കണക്ട് ചെയ്യാം. അതിന് വേറെ കോസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒന്നുമില്ല, വണ്ടിയുടെ ഒപ്പം തന്നെ ഇൻക്ലൂഡ് ആയിട്ടാണ്. അപ്പോൾ 450X 2.9 ഓൺ റോഡ് എന്ത് റേറ്റ് വരുന്നത്? 450X 182 അടുത്ത് വരും. 182. 3.7ലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 195 വരുന്നത്. 195 ഓൺ റോഡ് വിത്ത് 5 year 60,000 ബാറ്ററി വാറണ്ടി. പ്ലസ് ഒരു 5,000 നമ്മൾ കൊടുത്താൽ നമുക്കത് 8 years 80,000 ആയിട്ട് എക്സ്റ്റെൻഡ് ആവും. അത് നമുക്കിപ്പം 25ലേക്ക് വന്നാണ് ഒരു 80-70 എന്നുള്ളൊരു ബാറ്ററിയുടെ ഒരു വാറണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പം നമ്മളിപ്പോൾ റേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ 2.9 3.7 ആയിട്ട് നമുക്ക് ഏകദേശം 25 കിലോമീറ്ററിൻ്റെ ട്രൂ റേഞ്ച് ഡിഫറൻസ് അല്ലേ? 105 മറ്റേത് 130. അത് ഡീസൻ്റ് ആയിട്ടുള്ള തരക്കേടില്ലാത്ത ഒരു റേഞ്ചാണ്. തരക്കേടില്ലാത്തൊരു എന്താ പറയുക പെർഫോമൻസ് കാര്യങ്ങൾ. നമുക്ക് സ്പീഡ് നമുക്ക് എത്രയാണ് വരുന്നത്? സ്പീഡ് നമുക്ക് 90 kilometer തന്നെ കിട്ടും. 90 തന്നെ. അത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതിൽ നമുക്കിപ്പോൾ ടോപ്പ് സ്പീഡ് അപ്ഗ്രേഡ് ആയിട്ട് വരുന്നത് നമുക്ക് അപ്പെക്സിൽ മാത്രം. ഇത് 100 kilometers. നമ്മുടെ ഓൺ ആൻ ആവറേജ് നമ്മുടെ ഒരു സിറ്റി റൈഡിൽ നമ്മളൊരു മാക്സിമം ഒരു 80-70 കൂടുതലും റൈഡേഴ്സ് ഉപയോഗിക്കുന്നത്. ടോപ്പ് സ്പീഡിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ പുതിയതായിട്ട് 2 കളേഴ്സ് അല്ലേ?
അതെ, പുതിയ 2 കളേഴ്സ് ഈ വന്നിട്ടുണ്ട്. പുറകിൽ പരസ്യത്തിൽ വെച്ചാണ്. ഇതിന്റെ പേര് സ്റ്റെൽത്ത് ബ്ലൂ. സ്റ്റെൽത്ത് ബ്ലൂ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ജനറേഷൻ 2 മുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കളറാണ്. ഈ മാറ്റ് ഫിനിഷിലുള്ള നേവി ബ്ലൂ. ഭയങ്കര യൂണിക്ക് കളറാ. ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു കളറാണ്. നല്ല ഈ കളറൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എടുക്കാനായിരുന്നെങ്കിൽ ഞാൻ ഈ കളർ നടത്തേനെ. പിന്നെ മറ്റേ കളറിന്റെ പേര് ഹൈപ്പർ സാൻഡ്. ഹൈപ്പർ സാൻഡ്. അതെ, അതെ. മണലിന്റെ ഒരു ആ ഒരു ചന്ദന കളറാണ് വണ്ടിക്ക് വരുന്നത്. നമ്മളൊരു ഡെസേർട്ടിനെയൊക്കെ ബേസ് ആ ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു ഡെസേർട്ട് സാൻഡിന്റെ ഒരു ഇതിൽ വന്നിരിക്കുന്നത് ഹൈപ്പർ അപ്പൊ 2 പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് മാജിക് ട്വിസ്റ്റ്, എയ്തറിന്റെ അപ്പെക്സ് എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടായിരുന്ന മാജിക് ട്വിസ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് മൾട്ടി മോഡ് ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്. റേഞ്ചും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ച്. പിന്നെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8 വർഷം അല്ലെങ്കിൽ 80,000 വാറണ്ടി ആക്കാം എന്നുള്ള അതെ. ആ ഒരു വാറണ്ടി ഒക്കെ നമുക്കും തന്നായിരുന്നെങ്കിൽ നമ്മളിപ്പോഴും 3 ലക്ഷം വണ്ടി കൊടുക്കൂല. അതായത് കമ്പനി ഓരോ തവണയും കസ്റ്റമേഴ്സ് ഫീഡ്ബാക്സ് എടുത്തിട്ട് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നു. അതെ ഇപ്പം നമ്മുടെ ഒരു ആ ടൈമിൽ 3 ഇയേഴ്സ് ആയിരുന്നു ബാക്ക്. അതെ 3 ഇയർ അൺലിമിറ്റഡ് ആയിരുന്നു. നമുക്കത് 5 ഇയർ 60 ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതെ. അത് നമ്മൾ ചെയ്തില്ല. അത് ഒരു മണ്ടത്തരായി പോയി. പക്ഷേ ഈ പറയുന്ന പോലെ 8 ഇയർ 80,000 എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ വണ്ടി കൊടുക്കൂലായിരുന്നു. സൈഡിലെങ്കിലും വെച്ചേനെ അത്യാവശ്യം ഓട്ടത്തിന് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ബാറ്ററിയിൽ തന്നെ അവർ ഉറപ്പ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ്ങിന് ലിമിറ്റ് ഒന്നുമില്ല. നമ്മൾ ഈ വാറണ്ടി പീരീഡിൽ നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി 70% താഴേക്കോ അതല്ല എങ്കിൽ നമ്മുടെ സെൽ ഇംബാലൻസിങ് 5% അല്ലേ? അതെ. 5% മേളിലേക്കോ പോയാലാണ് വാറണ്ടി ക്ലെയിം വരാം അല്ലേ? മെയിനായിട്ട് ഈ ഒരു 70% ഹെൽത്ത് ആണ് കമ്പനി അഷ്വർ. കമ്പനി എപ്പോഴും assure ചെയ്യും. അതിലൊരു വേരിയേഷൻ വരുമ്പോഴാണ് ഈ സെൽ ബാലൻസിങ് ഒക്കെ വരാനുള്ള അപ്പോഴാണ് നമുക്കിപ്പോൾ ഈ എന്താ പറയുക ബാറ്ററിയിൽ ഒരു ക്ലെയിം കാര്യം. ഇപ്പോൾ ഒരു സപ്പോസ് ഇൻ കേസ് നാളെ ഒരു ബാറ്ററിയിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇത് റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ റീവർക്ക് ചെയ്യാൻ ഇതിന് എന്ത് ഡിലേ വരും? സാധാരണ ഇപ്പോൾ ഏതാണെങ്കിൽ ഏത് കമ്പനി എടുത്താലും ബാറ്ററി വരാൻ ടൈം എടുക്കുന്നു എന്ന് പറയാറുണ്ട്. അതെ, അതെ. അപ്പോൾ അതെങ്ങനെ നമുക്ക് എൻ്റെ അറിവിൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 വീക്സ് മിനിമം നമുക്ക് എടുക്കുന്നു. ഏകദേശം 2 to 3 വീക്സ് ഒക്കെ എടുക്കും. കാരണം എന്തുകൊണ്ടായിരിക്കും അത്? നോർമലി കമ്പനി ഇത് ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഷോറൂമിൽ നല്ലത് ബാംഗ്ലൂരേക്ക് പോകും. അതെ, നമ്മുടെ ബാംഗ്ലൂരാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് അയക്കുന്നു. അവരവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ഇഷ്യൂ റിസോൾവ് ചെയ്തിട്ടാണ് ഇത് നമുക്ക് തിരിച്ചു വിടുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് അത് പിക്ക് ചെയ്തിട്ട് കസ്റ്റമറിന് കൊടുക്കും. അതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാറണ്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ ജനറേഷൻ 2ഉം 3 ഒക്കെ എടുത്തവർക്കുള്ളതാണ്. കാരണം അവർക്കാണ് ഈ 3 വർഷത്തെ വാറണ്ടി, 5 വർഷം 60,000. ഇപ്പോൾ 8 വർഷം 80,000 ആയത് കാരണം അറ്റ്ലീസ്റ്റ് 80,000 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ നമ്മളൊരു പെട്രോൾ വാഹനം വെച്ച് നമ്മുടെ വണ്ടിയുടെ കോസ്റ്റ് സേവ് ചെയ്തു. ഈ അത്ര ഓട്ടോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ തന്നെ 8 കൊല്ലം നമുക്ക് വണ്ടി കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് ഒരു മനസമാധാനമുള്ളൊരു കേസാണ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇത് 10 കൊല്ലോ ഒക്കെ ആവാനുള്ള സാധ്യതകളുണ്ട്. ഈ പറഞ്ഞ കണക്ക് പല ഡെവലപ്മെന്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ബാറ്ററിയുടെ കാര്യങ്ങളിലും വാറണ്ടിയുടെ കാര്യങ്ങളിലൊക്കെയാണ്. അതെ അതെ നമ്മൾ പണ്ട് മുതലേ ഒരു യൂസർ എന്നുള്ള രീതിയിൽ പറയാറുള്ള കാര്യങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടാണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ബെൽറ്റ് കവർ പിന്നെ കുറച്ച് കാണുമ്പോൾ മഡ് ഫ്ലാപ്പിന്റെ വിട്ട് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഒക്കെ നല്ല മാറ്റം. മിറേഴ്സ് മെച്ചപ്പെടുത്തി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ബ്രേക്ക് പാഡ്സിന് ഒരു കവർ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചെയ്യുന്നുണ്ട് അവർ, പക്ഷെ കുറച്ച് ടൈം അതിനെടുക്കുന്നുണ്ട് അല്ലേ? അതായത് ഇപ്പം ഓരോ വർഷം അനുസരിച്ചിട്ട് ഇപ്പം പുതിയ ജനറേഷൻസ് വരുന്നുണ്ട്. ഇപ്പം 2024 ബെൽറ്റിന് കവേഴ്സ് കാര്യങ്ങളൊക്കെ വന്നു. അതെ 25 വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്തു. ബാറ്ററി വാറണ്ടി കൊണ്ടുവന്നു. അപ്പം എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ വണ്ടിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ 22 മോഡൽസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെയധികം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫീച്ചർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കാണാം. പണ്ട് നമുക്ക് ആകെ 2-3 ഫീച്ചറേ ഉള്ളൂ. ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മാജിക് ട്വിസ്റ്റർ, സാധാരണ ഉള്ള ഇൻകോഗ്നീറ്റോ, ഓട്ടോ ഇൻഡിക്കേറ്റർ, ഗൈഡ് മീ ലാമ്പ്, സ്മാർട്ട് എക്കോ, ഒപ്റ്റിമൈസ്ഡ് ചാർജിങ്, ഓട്ടോ ഹോൾഡ് ഉണ്ട്, കോസ്റ്റിംഗ് റീജൻ വരുന്നുണ്ട്. കോസ്റ്റിംഗ് റീജൻ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പുള്ള ജനറേഷൻ മുതലേ ഉണ്ട്. നമ്മൾ ത്രോട്ടിൽ നിന്ന് കൈ എടുക്കുമ്പോൾ തന്നെ റീജൻ വർക്കാവുന്ന ഒരു കേസ്. പിന്നെ ഫോൾ സേഫ്, പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. ലൈവ് ഷെയറിങ്, ഗൂഗിൾ മാപ്പ് ഒക്കെ അതുപോലെ തന്നെ. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. കാരണം ഈ 3 വർഷത്തിൽ ഉണ്ടായിരുന്ന ടൈമിലൊന്നും ഞാൻ ഫോൺ എടുത്ത് മാപ്പ് നോക്കേണ്ടി വന്നിട്ടില്ല. വണ്ടിയിൽ തന്നെ നോക്കാറ്. അതെല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ അതിൽ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിൾ വാറണ്ടി നമുക്ക് അന്നും ഇന്നും 3 ഇയർ 30,000 കിലോമീറ്റേഴ്സ്. ഇപ്പോൾ ഈവൻ കോമ്പറ്റീറ്റേഴ്സ് പലരും ഇതിൽ മെച്ചപ്പെട്ട വാറണ്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. 3 ഇയർ 30,000 എന്തെങ്കിലും മെച്ചപ്പെടാൻ ഇമ്പ്രൂവ് വരാനുള്ള സാധ്യതകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമുക്ക് 3 ഇയർ 30,000 തന്നെയാണ് ഇപ്പോഴും കമ്പനി പറയുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഒരു സർവീസ് പ്ലാൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കമ്പനി. സർവീസ് സബ്സ്ക്രിപ്ഷൻസ് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ്
അതിനകത്ത് നമ്മൾ കവർ ആവുന്നത് എന്തൊക്കെ സാധനങ്ങളാണ്? നമുക്ക് വെഹിക്കിൾ വാറണ്ടിയിൽ ബേസിക്കലി ഇലക്ട്രോണിക് തന്നെ ഇലക്ട്രിക്കൽ സാധനങ്ങളല്ലേ? അതെ, അതെ. അതായത് നമ്മുടെ കൺട്രോളർ, മോട്ടർ, മോട്ടർ, DC കൺവേർട്ടർ, ഈ ഡിസ്പ്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് 2025 മോഡൽ എയ്തർ 450 സീരീസിൽ വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെന്റുകളും ഇപ്പോൾ ഉള്ള ഫീച്ചറുകൾ കാര്യങ്ങളെല്ലാം. മുമ്പ് നമുക്ക് ഉണ്ടായിരുന്ന വണ്ടി അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ജനറേഷനിൽ നിന്ന് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് 3 ചേഞ്ചസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒന്ന് റേഞ്ചാണ്. റേഞ്ച് 130 കിലോമീറ്റേഴ്സ് ആയിട്ട് റിയൽ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. IDC 161. സോ ഈതർ 85 പറഞ്ഞിരുന്ന വണ്ടി നമ്മൾ പണ്ട് 100, 116 വരെയൊക്കെ പലരും ഓടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. 111 ഒക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ജനറേഷൻ 4ഉം 3 ഒക്കെ വന്നവർ പലരും അന്ന് തന്നെ 100, 105 പറഞ്ഞിരുന്ന വണ്ടി 130 ഒക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈതർ 130 പറഞ്ഞാൽ 130ക്ക് താഴേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അൺലെസ് നമ്മളൊരു മോഷൻ ഡ്രൈവർ അല്ല ആണെങ്കിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ 130+ നമുക്ക് എന്തായാലും പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 130+ ഉറപ്പായിട്ടും നമുക്ക് റേഞ്ച് കിട്ടും. 3 വർഷം നമ്മൾ യൂസ് ചെയ്തതിൻ്റെ പരിചയത്തിൽ പറയണം. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ മൾട്ടി മോഡ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ചെളിയിലാണെങ്കിലും ചരലിലാണെങ്കിലും ഒക്കെ ഓടിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സേഫായിട്ട് ഓടിക്കാം. മഴയത്താണെങ്കിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ സേഫായിരിക്കും. പിന്നെ മാജിക് ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക് പിടിക്കുന്നതിന് പകരം ത്രോട്ടിൽ തിരിച്ചുകൊണ്ട് നമുക്ക് സ്ലോ ചെയ്യാം. ഇതാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 3 വണ്ടി റിലേറ്റഡ് ചേഞ്ചസ് വന്നിരിക്കുന്ന ഹാർഡ്വെയർ വൈസ് ഒക്കെ ആണെങ്കിൽ. ബാറ്ററി പാക്ക് എല്ലാം കംപ്ലീറ്റ്ലി സെയിം ആണ്. പിന്നെ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമുക്ക് 5 ഇയർ 60,000 എന്നുള്ള ബാറ്ററി വാറണ്ടി 5,000 റുപ്പീസിന് 8 ഇയർ 80,000 ആക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു 8 ഇയർ 80,000 എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാവും. കാരണം ഞാനിപ്പോൾ എൻ്റെ വണ്ടി കൊടുക്കുന്ന ടൈമിൽ വാറണ്ടി ഇല്ലാതെയാണ് കൊടുത്തത്. വാറണ്ടി ഇല്ലാത്ത വണ്ടി നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ടൈമിൽ കുറേ കൂടെ വർഷം വാറണ്ടി ഉണ്ട് എന്ന് അറിയുമ്പോഴും റീസെയിൽ വാല്യൂവിൽ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു മേജർ ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിൾ വാറണ്ടി കൂടെ ഏതർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. 3 ഇയർ 30,000 എന്നുള്ളത് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. മോട്ടറിനൊന്നും കംപ്ലൈൻ്റ് ഒന്നും അങ്ങനെ വന്ന് ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. എന്നാലും കൺട്രോളർ ഇഷ്യൂസൊക്കെ വളരെ ചുരുക്കമാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ത്രോട്ടിൽ സെൻസർ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഇതൊക്കെ ഒരു 3 ഇയർ 30,000 നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസ് ചെയ്ത് കിട്ടും. സോ ഇപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാനാണ് എങ്കിൽ ഇലക്ട്രിക് 2 വീലർ ഇപ്പോഴും ഞാൻ പലരും ചോദിക്കുമ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന 2 വണ്ടികൾ എന്ന് പറയുന്നതിൽ അതിലൊന്ന് ഈതർ തന്നെയാണ്. രണ്ടാമത്തത് ഞാൻ TVSൻ്റെ iQube പറയാറ്. മറ്റു വണ്ടികളെല്ലാം മോശമാണെന്നുള്ളതല്ല. പക്ഷേ എനിക്ക് ഈ 2 വണ്ടികളാണ് കുറച്ചുകൂടെ ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ തോന്നുന്നത്. എന്ന് കരുതി ഈ വണ്ടികൾക്കൊന്നും ഇഷ്യൂ ഇല്ല എന്നൊന്നുമല്ല. പല വണ്ടികൾക്കും ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പുറത്തെടുക്കുന്ന എൻ്റെ വിൻസർ ആണെങ്കിൽ നമ്മളെടുത്ത ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഏത് വണ്ടികളിലും നമുക്ക് എപ്പോഴേലും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ആസ് ലോങ് ആസ് നമുക്ക് വാറണ്ടി ഉള്ളിടത്തോളം കാലം നമുക്കതിൽ വലിയ കൺസേൺസ് വരില്ല എന്നുള്ളതേ ഉള്ളൂ. സോ ഇപ്പോൾ എടുക്കാനാണെങ്കിൽ ഞാനാണെങ്കിൽ പോലും എടുക്കാനാണെങ്കിൽ ഈതർ ആണ് ഇപ്പോൾ എടുക്കുള്ളൂ. എസ്പെഷ്യലി ഈ സ്റ്റെൽത്ത് ബ്ലൂ എന്ന് പറയുന്ന കളർ. സോ നമ്മളിപ്പോൾ ഈ വാഹനത്തിൻ്റെ സകലമായ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അത് എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി ഈതർ എന്ന് പറയുന്നൊരു വാഹനത്തെ പറ്റി ഐഡിയ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇനി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആ ഫിസിക്കൽ ഓവർവ്യൂയോടുകൂടെ നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈതർ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ ഓവർവ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ട് മടുത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി ഓണസ്റ്റ് ഈ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പഴയ അതേ ലുക്കുള്ള നമ്മുടെ മിറേഴ്സ് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള മിറേഴ്സ് കാര്യങ്ങളാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ബ്ലാക്ക് കളർ വിൻഷീൽഡ് കാര്യങ്ങൾ, ഇത് ഗ്ലാസ്സും അല്ല പ്ലാസ്റ്റിക്കും അല്ലാത്ത ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. കുറച്ച് പെട്ടെന്ന് സ്ക്രാച്ച് ആവുന്ന ഒരു മെറ്റീരിയലാണ്. താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ ഉണ്ട്. ഇത്രയും പോർഷൻ ലൈറ്റ് വരുന്നത് ഫുൾ നമുക്കൊരു ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ വണ്ടി എടുക്കുന്നവരാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു കോട്ടിങ് ചെയ്താൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇത് സ്ക്രാച്ച് ആവാനുള്ള സാധ്യതകളുണ്ട്. ഫുള്ളി LED ആയിട്ടുള്ള ഹെഡ് ലാമ്പ് കാര്യങ്ങളാണ്. ഇവിടെ ആയിട്ട് നമുക്ക് 450Xൻ്റെ ബാഡ്ജിങ് കാണാം. ഈ നേവി ബ്ലൂവിൽ വൈറ്റ് കളർ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡ്യുവൽ ടെലസ്കോപ്പിക് ആയിട്ടുള്ള സസ്പെൻഷനാണ്. 1990 12 സെക്ഷൻ ടയേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് CBSോട് കൂടിയ ഡിസ്ക് ബ്രേക്സ് ആണ്. ബൈബറിൻ്റെ തന്നെയാണ് 450X സീരീസിൽ നമുക്ക് വരുന്നത്. അതുപോലെ നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ സെൻസറിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ കാണാം. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സെൻട്രൽ സ്റ്റാൻഡിനൊന്നും ഒരു വലിയ മാറ്റമില്ല, അതേ ലുക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ബുഷ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റാൻഡ് നമ്മൾ അടക്കുമ്പോൾ ഇപ്പോൾ പഴയ പോലെ സൗണ്ടൊന്നുമില്ല. പിലിയൻ ഫുഡ് റെസ്റ്റ് ഇവിടെയാണ് വരുന്നത്. ബാക്കിലിരിക്കുന്നവർക്കുള്ള ഫുഡ് റെസ്റ്റ് ആക്സസറി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ പറഞ്ഞതുപോലെ കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ സീരീസിൽ എന്താണ് ഇത് കൊണ്ടുവന്നത്, നമ്മുടെ
ബെൽറ്റിനായിട്ട് കവറ് കാര്യങ്ങൾ. സോ ചെളിയടി കാര്യങ്ങൾ കുറവായിരിക്കും. സൗണ്ട് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സാരി ഗാർഡ് ഉണ്ട്. നമ്മുടെ മോണോ ഷോക്ക് സസ്പെൻഷൻ ഇവിടെ കാണാം. ബെൽറ്റ് ഡ്രൈവ് ആണ്. ഇവിടെയായിട്ട് നമുക്ക് മോട്ടറും നമ്മുടെ 2 ബെൽറ്റുകൾ കാര്യങ്ങളും കാണാൻ സാധിക്കും. ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഗ്രാബ് റെയിൽ മെറ്റാലിക് ആണ്. അന്നത്തെ അതേ ക്വാളിറ്റി തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. LED ആയിട്ടുള്ള ലാമ്പ്, ഇതിൻ്റെ ലോഗോ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, ബാഡ്ജിങ് ഒക്കെ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ നമ്പർ പ്ലേറ്റ് ഹോൾഡർ, അതിൻ്റെ ലൈറ്റ്, റിഫ്ലക്ടർ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ സൈഡിലേക്ക് വന്ന പുതിയ വാഹനത്തിൽ വന്നിട്ടുള്ള ഈ ഒരു കവർ നമുക്ക് കാണാം. അതായത് നമ്മുടെ ഡിസ്കിൻ്റെ ബ്രേക്ക് പാഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കവറാണ്. സോ അതിൽ ചെളി അടിക്കാതിരിക്കാനുള്ള, അതൊരു ചെറിയ കാര്യം ആണ് എങ്കിൽ പോലും, ചെറിയ കാര്യമല്ല, ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് ഏറെ കുറെ വലുതായിരിക്കും. കാരണം ബ്രേക്ക് പാഡിനകത്ത് മണലൊക്കെ കയറി കഴിഞ്ഞാൽ സൗണ്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ചൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. 180/12 സെക്ഷൻ ടയേഴ്സാണ്. MRFൻ്റെ സാപ്പറൻ അവരെ ആ നമ്മൾ ഇതിനു മുമ്പ് കണ്ടുവന്നിട്ടുള്ള സെയിം മഡ് ഫ്ലാപ്പും അതുപോലെ തന്നെ സ്വിംഗ് ആമും, അതിലൊന്നും യാതൊരു മാറ്റങ്ങളില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോർ ബോർഡാണ്. ഒരുവിധം സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഇരുന്നോളും. ഇവിടെ ആയിട്ട് ജനറേഷൻ 1 മുതൽ നമ്മൾ കാണുന്ന സിമിലർ ഹുക്ക്, അതുപോലെ തന്നെ ഇവിടെ ചാർജിങ് പോർട്ട് കാണാം. അതിനൊരു ലോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ 2 സീരീസ് ആയിട്ട്. അപ്പോൾ അത് നല്ലതാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല, ലോക്കായി ഇരുന്നോളും. കീ ഹോൾ നമുക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതർ 450 സീരീസിൻ്റെ ബൂട്ടിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ സാധാ സ്കൂട്ടർ പോലെ തന്നെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ബൂട്ടാണ് നമുക്ക് വരുന്നത്. നമ്മൾ ആദ്യം വണ്ടി എടുക്കുന്ന ടൈം മുതലുള്ള അതേ സെയിം സൈസ് ബൂട്ടാണ്, 22 ലിറ്റർ. നമ്മുടെ വണ്ടിയിൽ ഇവിടെ 2 പൗച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പൗച്ച് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് അതിൻ്റെ കൂടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് ചാർജർ വണ്ടിയുടെ ഇരിക്കുന്നുണ്ട്. ഈ ചാർജർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും ഇല്ല, എന്നാലും കുറച്ച് സാധനങ്ങൾ, വല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നോളൂ. അത്യാവശ്യം നമുക്കുള്ള ഇതുണ്ട്. പിന്നെ നമ്മൾ ചാർജർ വീട്ടിലാണ് വെച്ചിട്ട് വരുന്നതെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഒരു വലിയ ഫുൾ ഫേസ് ഹെൽമെറ്റ് നമുക്ക് ഇരുന്നോളും ഇതിനകത്ത്. ചെറിയ ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണെങ്കിൽ ഒരെണ്ണം ഇരിക്കും, പിന്നെ ഒരുപാട് സ്പേസ് ഉണ്ട്. വലിയ ഫുൾ ഫേസ് ഹെൽമെറ്റ് ആകുമ്പോൾ ഒരെണ്ണം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബൂട്ട് നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ബൂട്ട് തന്നെയാണ് അന്നത്തെ പോലെ തന്നെ കിട്ടുന്നത്. പിന്നെ അതാ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ ആ ഫാൻ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. ഇപ്പം എന്നല്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് ആ കൂളിംഗ് ഫാൻ കാര്യങ്ങളൊക്കെ ഇതർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൂട്ടിനകത്ത് നമുക്കൊരു ലൈറ്റും വരുന്നുണ്ട്. സോ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. USB പോർട്ട് നമുക്ക് ഇപ്പോഴും വണ്ടിയിൽ വരുന്നില്ല. അതൊരു ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേക്കും മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള സെയിം 7 ഇഞ്ച് സ്ക്രീനാണ്. ഇവിടെ ഹെഡ്ലൈറ്റ് കൺട്രോൾസ് ഉണ്ട്, അതുപോലെ ജോയ്സ്റ്റിക്ക്, ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ നമ്മുടെ എന്താ മോട്ടർ ഓൺ ഓഫ് സ്വിച്ച്, റിവേഴ്സ് മോഡിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്വിച്ച്, അതുപോലെ തന്നെ നമ്മുടെ മോഡ് ചേഞ്ച് ചെയ്യുന്ന സംഭവം, സ്റ്റാർട്ട് ബട്ടൺ. സെയിം ലേ ഔട്ട് തന്നെയാണ്. അതിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. സിമിലർ ആയിട്ടുള്ള സ്ക്രീനൊക്കെ തന്നെയാണ്. ഇവിടെ നമ്മൾ സെറ്റിങ്സ് എടുത്താൽ നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതാ കണ്ടോ, ഇപ്പോൾ റോഡ് എന്ന് പറഞ്ഞ മോഡിൽ കിടക്കുന്ന റാലി ഉണ്ട്, റെയിൻ ഉണ്ട്. അത് നമുക്ക് ഈ ഒരു ഇത് യൂസ് ചെയ്ത്, ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിലും നമുക്ക് റോഡ് കണ്ടീഷൻ അനുസരിച്ച് മാറ്റാൻ സാധിക്കും. വേറെ ഫിസിക്കലി നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും തന്നെ വണ്ടിയിൽ വരുന്നില്ല. ഇത്തവണ വന്നിരിക്കുന്ന ഒരേ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ബ്രേക്ക് പാഡ്സിന് വരുന്ന കവർ മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എയ്തറിൻ്റെ 450X എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ. നിങ്ങൾ പലരും ഇത് ഓൾറെഡി പണ്ട് മുതലേ എൻ്റെ ചാനലിൽ 3 കൊല്ലം മുമ്പേ കണ്ടിട്ടുണ്ടാവും. പക്ഷെ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.